ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഒരു സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ കരിയർ കൊണ്ടുപോകാതെ ഒരു വേഴ്സറ്റൈൽ ആക്ടർ എന്ന നിലയിൽ കരിയർ ഗ്രാഫ് പടുത്തുയർത്തി എക്കാലവും രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു പിടി സിനിമകളും ഐക്കോണിക് കഥാപാത്രങ്ങളും നമുക്ക് തന്ന ഒരു ആക്ടറാണ് സൂര്യ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് അദ്ദേഹത്തിന് പ്രേക്ഷകർ നേടിക്കൊടുത്ത നടിപ്പിൻ നായകൻ എന്ന ടാഗ് ലൈൻ പോലും. 10 കൊല്ലത്തോളമായി സൂര്യക്ക് തിയേറ്ററിൽ ഒരു ഹിറ്റ് ഉണ്ടായിട്ട്, പക്ഷെ ഇപ്പോഴും ഒരു സൂര്യ പടം ഇറങ്ങുമ്പോൾ ഫാൻസ് കൊടുക്കുന്ന വിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. വി ക്യാൻ കോൾ ദം ഡൈ ഹാർഡ് ഫാൻസ്. ഹിറ്റ്സ് ആൻഡ് ഫ്ലോപ്പ് കരിയർ ഗ്രാഫ് ഉള്ള ഒട്ടും കൺസിസ്റ്റന്റ് അല്ലാത്ത ഡയറക്ടർ ശിവയുടെ കൂടെ വന്ന കങ്കുവയ്ക്കുള്ള ഹൈപ്പ് എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. പ്രേക്ഷകർക്ക് ഇത്രയും പ്രിയങ്കരനായ സൂര്യയുടെ കരിയറിൽ അങ്ങേർക്ക് എവിടെയാണ് പറ്റിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് സൂര്യ എന്ന നടന്റെ അനാലിസിസ് വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1997 സാക്ഷാൽ വിജയ്ക്കൊപ്പം നേർക്ക് നേരെ എന്ന സിനിമയിലൂടെയാണ് സൂര്യ കരിയർ തുടങ്ങുന്നത്. പിന്നീട് 2 സിനിമകൾ ചെയ്തെങ്കിലും പെരിയണ്ണ എന്ന വിജയകാന്ത് മൂവിയിലൂടെയാണ് സൂര്യയെ തമിഴ് പ്രേക്ഷകർ നോട്ടീസ് ചെയ്ത് തുടങ്ങുന്നത്. ക്യാപ്റ്റന്റെ ഒപ്പമുള്ള ആ സിനിമയിൽ സൂര്യയും അത്യാവശ്യം പ്രാധാന്യമുള്ള റോളാണ് ചെയ്തത്. പിന്നീട് വിജയ്ക്കൊപ്പം ഫ്രണ്ട്സ് മൂവിയിലും സൂര്യ അഭിനയിച്ചു. എന്നാൽ ഒരു ചോക്ലേറ്റ് ഹീറോ എന്ന ടാഗ് ലൈൻ സൂര്യ മാറ്റിയെടുക്കുന്നത് നന്ദ എന്ന സിനിമയിലൂടെയാണ്. ഈ സിനിമയിലൂടെ സൂര്യയുടെ ആക്ടിംഗ് സ്കിൽസ് നമ്മൾ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു. ഈ ചെക്കൻ ഇൻഡസ്ട്രിയിൽ ഓളം ഉണ്ടാക്കുന്ന ഒരു വർഷം. ആ വാക്കുകൾ പൊന്നായ പോലെ സൂര്യയുടെ കാക്ക മൂവി വരുന്നു. ആ മൂവിയിലൂടെ 2 കാര്യങ്ങളാണ് നടന്നത്. തമിഴ് സിനിമയിലെ ഏറ്റവും ഐക്കോണിക് പോലീസ് ക്യാരക്ടറായ അൻപുസെൽവൻ പിറന്നു. 2 ഗൗതം വാസുദേവൻ ആരാണെന്ന് അയാൾ ആ ലോകത്തിന് അറിയിച്ചു. സൂര്യ ജ്യോതിക പേരായിട്ട് അഭിനയിച്ച ഈ സിനിമ യുവാക്കൾക്കിടയിൽ ഒരു ഹരമായിട്ട് മാറി. കൂടെ ഹാരിസ് ജയരാജിന്റെ കുറച്ച് ഐക്കോണിക് പാട്ടുകളും നമുക്ക് കിട്ടി. ഈ സിനിമയിൽ സൂര്യയുടെ മുഖത്തേക്ക് ആ വെള്ളം ഒഴിക്കുന്ന സീനൊക്കെ എപ്പോൾ കണ്ടാലും രോമാഞ്ചമാണ്. ആ വർഷം തന്നെ സൂര്യ പിതാമഹൻ എന്ന മൂവിയിലും അഭിനയിച്ചു. ആ സിനിമയിൽ നാഷണൽ അവാർഡ് കിട്ടിയ വിക്രത്തിന്റെ ഒപ്പം നിന്ന് സൂര്യ തന്റെ ക്യാരക്ടറും മികച്ചതാക്കി. വീണ്ടും ഹിറ്റ് ജോഡിയായ സൂര്യയും ജ്യോതികയും പേരഴകൻ എന്ന കുഞ്ഞിക്കൂനന്റെ റീമേക്കിൽ അഭിനയിച്ചു. ദിലീപിന്റെ ഈ ക്യാരക്ടർ സൂര്യ വളരെ മനോഹരമാക്കി. അതിനുള്ള അഭിനന്ദനം പോലെ സൂര്യയ്ക്ക് ആ വർഷത്തെ തമിഴ്നാട്ടിലെ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു. തമിഴ് ഇൻഡസ്ട്രിയുടെ തന്നെ ഡ്രീം ഡയറക്ടർ മണിരത്നത്തിന്റെ ആയുധമെഴുത്ത് എന്ന സിനിമയിൽ അഭിനയിച്ച് സൂര്യ തന്റെ കാൽപാദം സിനിമ ഇൻഡസ്ട്രിയിൽ ഉറപ്പിച്ചു. ഇതുവരെ കണ്ടത് ഒരു ടീസർ. ഫുൾ മൂവി ഇനി വരാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയുന്ന പോലെയാണ് സൂര്യയുടെ 2004 ശേഷമുള്ള കരിയർ തുടങ്ങുന്നത്. ഒരേസമയം ടഫ് ആൻഡ് റൊമാൻറ്റിക് റോൾസ് ഉള്ള സൂര്യയുടെ പീക്ക് മൂവിയായ ഗജിനി റിലീസ് ആവുന്നു. ഇതിലൂടെ സൂര്യ നേടിയെടുത്ത സ്റ്റാർഡം ആൻഡ് ഫാൻസ് ചെറുതല്ലായിരുന്നു. ഗജിനിയുടെ ഹെയർ സ്റ്റൈല്, ആ തണ്ണിമത്തൻ സീൻ, സഞ്ജയ് രാമസ്വാമി എന്ന പേര്, അതിലെ പാട്ടുകളെല്ലാം യൂത്തിനിടയിൽ ഭയങ്കര ഓളം ഉണ്ടാക്കി. സാക്ഷാൽ അമീർ ഖാൻ പോലും സൂര്യക്ക് പിന്നിലായി പോയ കഥാപാത്രമായിട്ട് സഞ്ജയ് രാമസ്വാമി മാറി. പിന്നീട് സില്ലിനൊരു കാതൽ, വേൽ എന്ന മൂവീസ് ഇറക്കി സൂര്യ വാനോളം വളർന്നു. പുള്ളിയുടെ ക്യാരക്ടേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. ആക്ഷൻ, ത്രില്ലർ, മാസ്, മസാല, റൊമാൻസ്, കോമഡി, ഇങ്ങനെ എല്ലാ ജേണലും പുള്ളി കൈവച്ചു. വിജയ്, അജിത് എന്നിവരുടെ പേരിനൊപ്പം സൂര്യയുടെ പേര് ആളുകൾ പറഞ്ഞു തുടങ്ങി. പിന്നീട് സൂര്യ കൈവച്ചത് തമിഴിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായ വാരണമായിരത്തിലാണ്. അതിൽ സൂര്യയുടെ പ്രകടനം വേറെ ലെവലായിരുന്നു. അന്നത്തെ യൂത്തന്മാര് 6 പാക്ക്, ജിമ്മ്, ആർമി ഇതിന്റെയൊക്കെ പിന്നാലെ ഭ്രാന്ത് പിടിച്ചിറങ്ങിയത് ഈ സിനിമയ്ക്ക് ശേഷമാണ്. ഇതിലെ പാട്ടുകൾ ഓരോന്നും ഇപ്പോഴും നമ്മളുടെ പ്ലേലിസ്റ്റ് ഭരിക്കുന്നതാണ്. വാരണായിരത്തിന്റെ കിക്കിൽ നിൽക്കുന്ന സമയത്ത് പ്രേക്ഷകർക്ക് സൂര്യ അടുത്ത പടം കൊടുക്കുന്നു. അതോടെ തമിഴ് ഇൻഡസ്ട്രിയിൽ ടയർ 1 താരങ്ങളുടെ ഒപ്പം സൂര്യയുടെ പേരും ചേർന്നു. കേരളത്തിൽ സൂര്യയെ ഭ്രാന്തമായ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇന്നും ഏറ്റവും മികച്ച കൊമേഴ്ഷ്യൽ സിനിമകളിൽ ഒന്നാണ് അയൺ. ആ സമയം സൂര്യ ഫാൻസിന് ആരുടെയും മുന്നിൽ തല താഴ്ത്തേണ്ടിയിരുന്നില്ല. പറയാൻ എത്രയോ സിനിമകൾ. സൂര്യ ഒരു സൂപ്പർ സ്റ്റാർ ആവുന്ന ഈ സിനിമയോടെ എല്ലാവരും വിധിയെഴുതി. പക്ഷെ സൂര്യ അവിടെ കൊണ്ടൊന്നും നിർത്തിയില്ല. തന്റെ അടുത്ത ഐക്കോണിക് പോലീസ് ക്യാരക്ടറായ ദുരൈ സിംഗുമായിട്ട് സിംഗത്തിൽ സൂര്യ തകർത്താടി. വെറും 25 പടങ്ങൾ കൊണ്ട് തന്നെ സൂര്യ തന്റെ കരിയർ ടയർ 1 പടുത്തുയർത്തി. പിന്നീട് 7ാം അറിവ് എന്ന സിനിമയിലൂടെ സൂര്യ ബോധിധർമ്മൻ എന്ന ക്യാരക്ടറിനെ അനശ്വരനാക്കി. അക്കാലത്ത് തമിഴ് ഓഡിയൻസിന് ഈ സിനിമ അത്ര ദഹിച്ചില്ല. പക്ഷെ എന്റെ ഫേവറേറ്റ് മൂവികളിൽ ഒന്നാണ് 7ാം അറിവ്. പിന്നീട് മാട്രാൻ എന്ന സിനിമയും സൂര്യ ചെയ്തു. പക്ഷെ സയൻസ് ഫിക്ഷൻ മൂവി ആയതിനാൽ ഈ പടവും തമിഴ് ഓഡിയൻസിന് അത്ര ദഹിച്ചില്ല. ഈ ഒരു ടൈമിൽ ഡൗൺ ആയ സൂര്യയുടെ ഗ്രാഫ് സിംഗം 2 സൂര്യ തിരിച്ചുപിടിച്ചു. സൂര്യയുടെ കരിയറിൽ ഏറ്റവും കളക്ഷൻ കിട്ടിയ മൂവിയായിട്ട് സിംഗം 2 മാറി. സിംഗം 2 അങ്ങനെ വളരെ ഹിറ്റായിട്ട് സൂര്യ ഇത്രയും ഹൈപ്പിൽ നിൽക്കുമ്പോൾ വീണ്ടും സൂര്യ ഒരു മാസ് കൊമേഴ്ഷ്യൽ മൂവിയായിട്ട് വരുന്നു. ഒടൂര ഹൈപ്പായിരുന്നു ഈ സിനിമയ്ക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ്. ആ ടൂത്ത് പിക്ക് വാലിടുന്ന സ്റ്റൈലും ആ 1 രൂപ കോയിൻ ലോക്കറ്റ് വാലയെല്ലാം അക്കാലത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു. സൂര്യയുടെ അതിലെ ലുക്കും വേറെ ലെവലായിരുന്നു. പക്ഷേ ഓവർ ഹൈപ്പ് വിനയായി എന്ന് പറയുന്ന പോലെ ആ ഒരു അവസ്ഥ സൂര്യക്ക് ഇവിടെ നേരിടേണ്ടി വന്നു. ഇവിടെ മുതലാണ് സൂര്യയുടെ ഡൗൺഫാൾ തുടങ്ങുന്നത്. പിന്നീട് വരുന്ന മാസ്, 24, സിംഗം 3, താന ചേർന്ന കൂട്ടം, NGK, കാപ്പാൻ, ഈ പടങ്ങളൊക്കെ പടക്കം പൊട്ടുന്ന പോലെ പൊട്ടി. പക്ഷെ ടൈം ട്രാവൽ മൂവികളിൽ ഏറ്റവും മികച്ചതെന്ന് പറയാവുന്നതും എന്റെ മറ്റൊരു ഫേവറേറ്റ് മൂവിയായ 24 എങ്ങനെ പൊട്ടിയെന്ന് മനസ്സിലാവുന്നില്ല. മുന്നും മാട്രാനും 7ാം അറിവും തകരാൻ കാരണമായ അതേ റീസൺ തന്നെയാണ് ഇതിലും. പക്ഷെ ഇതിലെ ആത്രേ എന്ന സൂര്യയുടെ വില്ലൻ ക്യാരക്ടർ ആൻഡ് ഈ സിനിമയിലെ ഫ്രെയിംസും ഒക്കെ വേറെ ലെവലായിരുന്നു. പിന്നീട് തിയേറ്ററിൽ ഇറക്കേണ്ടിരുന്ന സൂര്യ പോട്ടർ, ജയ് ഭീം എല്ലാം OTTയിൽ ഇറക്കി. സിനിമകൾ നല്ലതായിരുന്നെങ്കിലും ഇറക്കിയത് OTTയിലായിപ്പോയി. സൂര്യക്കുള്ള ഒരു അംഗീകാരമായിട്ട് സൂര്യ പോട്ടറിൽ സൂര്യക്ക് നാഷണൽ അവാർഡും കിട്ടി. പിന്നീട് എതിർക്കു നുരിഞ്ഞവൻ എന്ന അപരാധ പടവും സൂര്യ ഇറക്കി പൊട്ടിച്ചു. അങ്ങനെ 10 കൊല്ലമായിട്ട് ഹിറ്റില്ലാതായ സൂര്യക്ക് കിട്ടിയ ഒരു കംബാക്ക് റോളായിരുന്നു റോളക്സ്. ഫാൻസിന് മരുഭൂമിയിൽ പെയ്ത മഞ്ഞും മഴയും പോലെയായിരുന്നു റോളക്സ്
റോളക്സ് ക്യാരക്ടർ. വിക്രം മൂവിയുടെ ഹൈപ്പിൽ പ്രധാന കാരണം സൂര്യയുടെ വില്ലൻ റോളായിരുന്നു. 5 മിനിറ്റ് മാത്രമേ ഈ റോൾ ഉണ്ടായിരുന്നുള്ളെങ്കിലും സൂര്യ എവിടെയും പോയിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തലായിരുന്നു റോളക്സ്. പിന്നീട് ഇതെല്ലാം അപ്രദേശമാക്കിയിട്ട് ഇപ്പൊ കങ്കു ഇറങ്ങി. അതും വലിയ പരാജയമായിട്ട് മാറി. എന്താണ് ആക്ച്വലി സൂര്യക്ക് പറ്റിയത്? ഇത്രയും വലിയ എപ്പിക് മൂവീസ് ഇൻഡസ്ട്രിക്ക് നൽകിയ ഒരു നടൻ ഇത്രയും ഡൗൺ ആയി പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഫാൻ ബേസിനും ആക്ടിങ്ങിനും പെർഫോമൻസിനും ഒന്നും ഒരു കുറവും വരുത്താത്ത സൂര്യയുടെ അധംപതനം എങ്ങനെ സംഭവിച്ചെന്ന് നമുക്കൊന്ന് നോക്കാം. ദ ഡൗൺഫാൾ ഓഫ് സൂര്യ. ഒരു സ്റ്റാർ ആയിട്ട് നിൽക്കെ തുടരെ ഒരുപാട് സിനിമകളിൽ സൂര്യ അനാവശ്യമായിട്ട് ക്യാമിയോ റോളുകൾ ചെയ്തു കൂട്ടി. ഒരു സ്റ്റാറിനെ എപ്പോഴും ആരാധകർ കാണാൻ ഇഷ്ടപ്പെടുന്നത് അയാൾ മെയിൻ ആയിട്ട് നിൽക്കുന്ന മൂവീസിലൂടെയാണ്. തമിഴിൽ വേറെ ഒരു സ്റ്റാറും ഇത്രയും ഗസ്റ്റ് റോളുകൾ ചെയ്തു കാണില്ല. മന്മഥൻ അൻപ്, കോ, അവൻ ഇവൻ, കടൈക്കുട്ടി സിംഗം, പസങ്ക 2, ചെന്നൈയിൽ ഒരു നാൾ, ഇനൈത്തത് യാരോ, റോക്കട്രി, വിക്രം, സഫീർ, ഇങ്ങനെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ക്യാമിയോ റോൾസ് സൂര്യ ചെയ്തു കൂട്ടി. അത് മാത്രമല്ല ഒരു ലോഡ് TV ആഡ്സിലും സൂര്യ വന്നു തുടങ്ങി. ഇങ്ങനെ സൂര്യയെ റെഗുലർ ആയിട്ട് എപ്പോഴും ആളുകൾ കണ്ടു തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, വേറെ ഇൻഡസ്ട്രിയിലെ പോലെ അല്ല തമിഴ് ഇൻഡസ്ട്രി. അവിടെ രജനി, കമൽ, വിജയ്, അജിത്ത്, ശിവകാർത്തികേയൻ, ധനുഷ്, വിക്രം ഇവരൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമാണ് ആഡ്സിൽ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ സൂര്യ കിട്ടിയ ആഡ്സ് എല്ലാം വാരിവലിച്ച് ചെയ്തു. ഇവരെല്ലാം തിയേറ്ററിൽ കൊല്ലത്തിൽ 1-2 വട്ടമാണ് തമിഴ് ഓഡിയൻസ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ സൂര്യയെ ഡെയിലി 3 നേരം വെച്ചൊക്കെ കണ്ടു തുടങ്ങി. സോ ആ ഒരു ആക്ടറിന്റെ യൂണീക്നെസ് ആഡ്സിൽ അഭിനയിച്ച് തുടങ്ങിയ പിന്നെ സൂര്യക്ക് നഷ്ടമായിട്ട് തുടങ്ങി. സൂര്യയായിട്ടുള്ള മെയിൻ കമ്പാരിസൺ വന്നിരുന്നത് വിജയുടെ കൂടിയാണ്. സൂര്യയുടെ പടങ്ങൾ പൊട്ടുന്ന സമയത്ത് വിജയുടെ പടങ്ങൾ രാജ്യത്തിൽ നിന്ന് ഹിറ്റിലേക്ക് കയറി തുടങ്ങുന്ന സമയമായിരുന്നു. ഇതും ഒരു റീസൺ ആയിരുന്നു. സൂര്യയുടെ പൊട്ടിയ പടങ്ങൾ നോക്കുക. മുൻപ് വലിയ ഹിറ്റുകൾ സൂര്യക്കും ഇൻഡസ്ട്രിക്കും ഒക്കെ കൊടുത്ത ഡയറക്ടേഴ്സ് ആയിരുന്നു ഈ സിനിമകളെല്ലാം ചെയ്തത്. സോ സ്ക്രിപ്റ്റിന് പ്രാധാന്യം കൊടുക്കാതെ സൂര്യ ഈ ഡയറക്ടേഴ്സിനോടുള്ള വിശ്വാസത്തിൽ ചെയ്ത സിനിമകളായിരുന്നു പരാജയത്തിന് ഇരയായത്. ഈ ഡൗൺഫോളിലും ശിവയ്ക്കൊക്കെ ഡേറ്റ് കൊടുത്ത സൂര്യണ്ണന്റെ ശിവയോടുള്ള വിശ്വാസം ഒന്നും പറയാനില്ല. മറ്റൊരു റീസൺ ആണ് സൂര്യ വിജയനെ പോലെയോ രജനീനെ പോലെയോ തന്റെ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്നതിൽ പിന്നോട്ടായിരുന്നു. കാരണം സൂര്യയുടെ റിലീസ് ടൈം ഏതെങ്കിലും ബിഗ് സ്റ്റാറിന്റെ മൂവി ഉണ്ടെങ്കിൽ സൂര്യ അപ്പോൾ തന്നെ റിലീസ് മാറ്റും. ഇത് സൂര്യ ഫാൻസിനെ മറ്റു ഫാൻസുകാരുടെ മുന്നിൽ ഒരു ഭീരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു. റീസെന്റ് ആയിട്ട് കങ്കുവയുടെ റിലീസ് ഡേറ്റിലാണ് രജനിയുടെ വേട്ടയാൻ റിലീസ് വെച്ചത്. പക്ഷേ കങ്കുവയുടെ റിലീസ് മാറ്റി. നിങ്ങൾ പറയും അത് സൂര്യയുടെ മിസ്റ്റേക്ക് അല്ല, മേ ബി ഡയറക്ടറോ പ്രൊഡ്യൂസറുടെ ഡിസിഷൻ ആണെന്ന്. പക്ഷേ ഇതിനു മുന്നും എതിർക്കുന്നുഞ്ഞവൻ റിലീസ് ആയ സമയത്തും ഇതിന്റെ റിലീസിന്റെ ഡേറ്റ് ഒക്കെ സൂര്യ മാറ്റിയിരുന്നു. ബിഗ് സ്റ്റാർസ് ആയിട്ടുള്ള ക്ലാഷ് റിലീസ് സൂര്യ ഭയക്കുന്ന പോലെ സൂര്യക്ക് ഒരു ഇമേജ് വന്നു. ഇത് ഫാൻസിനെ ഭയങ്കരമായിട്ട് ട്രിഗർ ആക്കിയിട്ടുണ്ട്. കാരണം മറ്റു ഫാൻസുകാർക്ക് തങ്ങളെ കളിയാക്കാനായിട്ടുള്ള ഒരു ആയുധം സൂര്യ തന്നെ കൊടുത്ത പോലെ ആ ഫാൻസുകാർക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഫീൽ ചെയ്യുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എന്തോ ഭാഗ്യത്തിന് ഹരി സിംഗം 4 ആയിട്ട് വന്നപ്പോൾ സൂര്യ അത് ഒഴിവാക്കി. ആ ദുരന്തത്തിൽ നിന്ന് സൂര്യ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഇന്നും തിയേറ്ററിൽ ഒരു പോസിറ്റീവ് പടം വന്നാൽ തിരിച്ചു പിടിക്കാവുന്ന ഒരു കിങ്ഡമാണ് സൂര്യയുടെ. സൂര്യക്ക് ശേഷം വന്ന ശിവ, ധനുഷ്, വിജയ് സേതുപതി, ഇവൻ സൂര്യയുടെ ബ്രദർ കാർത്തി, ഇവരെല്ലാവരും സൂര്യക്ക് മുകളിൽ എത്തിയിരിക്കുന്ന ടൈമാണ്. മികച്ചൊരു കംബാക്ക് കിട്ടിയില്ലെങ്കിൽ സൂര്യയുടെ ഭാവി വളരെ പരിതാപകരവും. കാർത്തിക് സുബ്ബരാജിന്റെ ഒപ്പം വരുന്ന സിനിമയിലൂടെ സൂര്യക്ക് അങ്ങനെ ഒരു കംബാക്ക് കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. ഹിറ്റുകൾ മാത്രം ചെയ്യുന്ന കാർത്തിക് സുബ്ബരാജിന്റെയും ഏത് റോൾ കൊടുത്താലും 101% പെർഫെക്ഷനിൽ ചെയ്യുന്ന സൂര്യയുടെ മേലുള്ള എന്റെ കോൺഫിഡൻസ് ആണ് എന്റെ ഈ പ്രഡിക്ഷൻ. സോ ആ സിനിമയുടെ റിലീസിലൂടെ സൂര്യ തിരിച്ചു വരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൂര്യ മൂവി ഏതാണെന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ സൂര്യയുടെ ഡൗൺഫോളിന് കാരണം എന്താണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.